പ്രധാനമന്ത്രി മോദിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരിട്ടും പരോക്ഷമായും സ്ഫോടനാത്മകമായ തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്ത് വന്നത്. ഒരു ഹൈഡ്രജൻ ബോംബ് പ്രതീക്ഷിച്ച് അളയിൽ കയറി പതിഞ്ഞിരുന്നവർക്ക് ഒരു സൂചനാ വെടി മാത്രം പൊട്ടിച്ചു രാഹുൽ ഗാന്ധി. First of all, this is not the H bomb. H bomb is coming. This is another milestone in setting up and demonstrating to the youth of this country how elections are being rigged. അടിയൊന്നുമായിട്ടില്ല, വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ. പുറകെ വരുന്നുണ്ട് ഉഗ്രശേഷിയുള്ള പൊട്ടിത്തെറിക്കാൻ തയ്യാറാക്കുന്ന ഹൈഡ്രജൻ ബോംബ്. അതിനു മുന്നോടിയായാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഇന്ദിരാഭവനിൽ വ്യാഴാഴ്ച 11 മണിയോടെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ജ്ഞാനേഷ് കുമാർ ജി, ഹിന്ദുസ്ഥാൻ കെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, വോട്ട് ചോരോं की रक्षा कर रहे हैं. സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മോദിയുടെയും നേരെ ചൂണ്ടിയ വിരലിൽ നിന്നും തീ ജ്വലിച്ചു. ആ അഗ്നിയുടെ ചൂട് പോലും അവരെ ഭസ്മമാക്കാൻ ഉതകുന്നതായിരുന്നു. രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയ തെളിവുകൾ ഇന്ത്യൻ ജനതയുടെ ചെന്നിയിൽ വെള്ളിടി വെട്ടിച്ചു. വോട്ട് നഷ്ടമായവരെയും നീക്കം ചെയ്യപ്പെട്ടവരുമായ രണ്ട് കൂട്ടരെയും വേദിയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ തൊടുത്തുവിട്ടത്. I'd like you to meet him. He's here. That's one of the people. That's one. Namaskar bhi aiye. Babita Chaudhary is one of the votes that he is supposed to have deleted. Aiye bhaiya. He is supposed to have deleted. This is the gentleman. ये इनका वोट डिलीट किया जा रहा था. ये कर रहे थे. इनसे आप पूछिए. बताइए. That's our candidate. हाँ. कन्नड़ा में बोलिए. ನನ್ನ ಹೆಸರು ಸೂರ್ಯಕಾಂತ್ ಗೋವಿನ. ನಾನು ಸರ್ಸಂಬ ಗ್ರಾಮದಲ್ಲಿ ಇದ್ದೆ. ನನಗೆ ನಾಲೆಜ್ ಕೇಳಿದೆ, ನನ್ನ ಹೆಸರು ಮೇಲೆ 9 ಜನರ ಲಿಸ್ಟನ್ನು ഡിലീറ്റ് ಮಾಡಿದ್ದಾರೆ. ഓഗസ്റ്റ് 7-ന് വോട്ട് ചേരിയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി കൃത്യമായി 6 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് രാജ്യത്തിന് വീണ്ടും ഞെട്ടിച്ച് രംഗത്ത് വന്നത്. കർണാടകയിലെ അലന്ത് അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ് ഉറപ്പിക്കുന്ന 6018 വോട്ടർമാരെ ആസൂത്രിതമായി നീക്കി. അങ്ങനെയുള്ള അവസരം നഷ്ടമായവരെയാണ് വേദിയിൽ ജനത്തിനും മാധ്യമങ്ങൾക്കും മുന്നിൽ രാഹുൽ ഗാന്ധി കൊണ്ട് നിർത്തിയത്. സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഒരു കേന്ദ്രീകൃത രീതിയിലാണ് ഈ 6018 വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കിയതിലുള്ള തെളിവുമായി രാഹുൽ രംഗത്ത് വന്ന് വെളിപ്പെടുത്തിയത്. ഇതന്വേഷിക്കുന്ന കർണാടക CID വിഭാഗം കഴിഞ്ഞ 18 മാസമായി മുഖ്യ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും വിശദാംശങ്ങൾ നേടിയെങ്കിലും വോട്ട് കൊള്ളക്കാർക്ക് ഒപ്പം നിൽക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ മുതിർന്നത്. और ये मैं आपको अभी दिखाने जा रहा हूं. कर्नाटक में अलंद में 6018 वोटर्स डिलीट हुए. कर्नाटका CID ने केस चालू किया कि वोटर कौन है. कर्नाटक CID ने हिंदुस्तान के इलेक्शन कमीशन को 18 चिट्ठियां लिखी हैं. हमें आप ये इंफॉर्मेशन दीजिए. नो आंसर. 18 चिट्ठी CID कर्नाटक. नो आंसर. नो आंसर फ्रॉम इलेक्शन कमीशन. അതുകൂടാതെ കർണാടകത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷനോട് ഇതേ ആവശ്യപ്പെട്ടെങ്കിലും ആ അഭ്യർത്ഥന അവഗണിക്കുകയാണ് ജ്ഞാനേഷ് കുമാറും കൂട്ടരും ചെയ്തത്. ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CIDക്ക് ഉത്തരം നൽകണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ രജൂർ മണ്ഡലത്തിൽ 6850 വോട്ടുകളാണ് ചേർത്തത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. यहां महाराष्ट्र में उसी मोडस ऑपरेंडी से, उसी सिस्टम से यहां पे वोट ऐड हुए हैं. आलंद में डिलीट, रजौरा में एडिशन. 6850. അലന്തിൽ ഒഴിവാക്കലാണ് നടന്നത് എങ്കിൽ റജൂറിൽ BJP വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഈ പ്രക്രിയ ഒറ്റയ്ക്കല്ല അവർ ചെയ്തത് എന്നും അതൊരു ആസൂത്രിതമായ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്രീകൃതമായി നടപ്പിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. Now let's talk about how this is being done and why I am saying and we are saying
that this is being done in a centralized manner. And this is being done not using individuals, but using software. ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും ഇത് അറിയുന്നില്ല. പുറത്തു നിന്നുള്ള ചില കേന്ദ്രങ്ങളാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി അക്കമിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ പരോക്ഷമായി ഇടപെട്ട BJPയെ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പട്ടികയിൽ നിന്നും വോട്ട് നീക്കാനുള്ള അപേക്ഷയിൽ അപേക്ഷകനായി കാണിക്കുന്നത് ഓരോ ബൂത്തിലെയും ആദ്യത്തെ വോട്ടറുടെ പേരാണ്. Look at the serial numbers. Serial number 1, serial number 1, serial number 1, serial number 1. Serial number 1 means that this is the first person whose name, this is the first name in the booth. So a software is picking up the first name in the booth and using it to delete voters. So someone ran an automated program that ensured the first voter of the booth was the applicant. That same person got cell phones from outside the state, used them to file the applications. And we are pretty certain that this was done in a centralized manner and it was done at scale. This was not done in a, at a worker level, this was done at a call center level. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നീക്കിയ ആദ്യത്തെ 10 ബൂത്തുകളും കോൺഗ്രസിന് മുൻതൂക്കമുള്ള ബൂത്തുകളാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. Targeted deletions in strong Congress booths. The top 10 booths with maximum deletions are Congress strongholds. Congress won 8 other 10 booths in 2018. This was not a coincidence. This is a planned operation. ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെയും പ്രധാനമന്ത്രി മോദിയുടെയും അറിവോടെയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. അധികാര കസേരയിൽ അടയിരിക്കുന്ന അധികാര ദുർമോഹിയായ മോദി അധികാരത്തിൻ്റെ ലഹരി നുണഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ചതിയുടെ രാഷ്ട്രീയം പൊളിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതിനിടയിൽ തൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും താൻ പിന്നോട്ടില്ല എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ശക്തമായി രാജ്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ ആഹ്ലാദമാവുകയാണ്, ജനകോടികളുടെ വിശ്വാസമാവുകയാണ്. ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി മോദിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കണം, ഇതിലും വലിയ മോദിച്ചതിയുടെ യഥാർത്ഥ മുഖം വെളിവാകാനുണ്ട് എന്ന്. മറ്റ് പല മണ്ഡലങ്ങളിലും ഇത്തരം ചതികൾ നിലനിൽക്കുന്നുവെങ്കിൽ മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ മോദി അഴിഞ്ഞാടിയിട്ടുണ്ടാവില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ വിസ്ഫോടനം. ഇത് അധികം വൈകാതെ പുറത്തു വിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BJPയുടെ കുത്തഴിഞ്ഞ ഭരണം രാജ്യത്തിൻ്റെ ആത്മാവിനെ കീറി മുറിക്കുമ്പോൾ അതിൽ നിന്നും ഒഴുകുന്ന രക്തം കൊണ്ട് ദാഹമകറ്റുന്ന സംഘപരിവാർ സംഘങ്ങൾ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ്. അവരെ തളയ്ക്കാനും മോദിയെ ചങ്ങലക്കിടാനുമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സജ്ജമാകുന്നത്. ये उत्तर प्रदेश में, हरियाणा में, बिहार में, कर्नाटक में, महाराष्ट्र में वही कर रहा है. വാരണാസി ശാന്തമല്ല, ബീഹാർ ശാന്തമല്ല, ഗുജറാത്ത് ശാന്തമല്ല, മഹാരാഷ്ട്ര ശാന്തമല്ല, ഹരിയാന ശാന്തമല്ല, ഉത്തർപ്രദേശ്, ആസാം തുടങ്ങി ഇന്ത്യയുടെ ഒരു സംസ്ഥാനങ്ങളും ശാന്തമല്ല. അശാന്തിയുടെ പുകപ്പുരക്കകത്ത് ജീവിക്കുന്ന ഒരു ജനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ ഈ ജനത്തെ പുകപ്പുരയ്ക്കുള്ളിലിട്ട് ചൂട്ടുകൊല്ലും. അതിനു മുൻപ് ജനത്തെ രക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ കഠിന ശ്രമം. വാരണാസിയിൽ പൊട്ടുന്ന ആ ഹൈഡ്രജൻ ബോംബോടെ രാജ്യം മോദിയുടെ രാക്ഷസീയ കരങ്ങളിൽ നിന്നും രക്ഷ നേടും. ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാനായി രാഹുൽ പ്രവചിച്ച ആ ഹൈഡ്രജൻ ബോംബിനായി ഏറെ നാളൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. ഉടൻ തന്നെ അത് പൊട്ടിത്തെറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ये एच बॉम्ब तो नहीं है, एच बॉम्ब आ रहा है, हाइड्रोजन बॉम्ब आ रहा है. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.